ഹലോ പീപ്പിൾ, ദിബൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ജൂലൈ 5 നിഖിൽ നാഗേഷ് ഭട്ട് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ വയലൻസ് പാക്കഡ് ചിത്രമാണ് കിൽ എന്ന് പറയുന്ന ഒരു ബോളിവുഡ് ചിത്രം. ഈ സിനിമ അറിയപ്പെടാണ്ട് പോകേണ്ട ഒരു സിനിമയായിരുന്നു. തിയേറ്ററിൽ വന്നപ്പം ആരും അറിഞ്ഞിരുന്നില്ല സിനിമ ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ. പിന്നെ വയലൻസ് പെർഫോമൻസ് വന്നതിന് ശേഷമാണ് ഈ സിനിമ നല്ല വൈറലായത്. എല്ലാ പ്രമുഖ യൂട്യൂബേഴ്സും ഈ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. കാരണം അങ്ങനെ ഞാനും OTT പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ ഈ സിനിമ കണ്ടു നോക്കി. ഗംഭീര മാരക പെർഫോമൻസ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റണ്ട് സീക്വൻസ് വേറെ ലെവലിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു. സ്റ്റണ്ടിലേക്ക് വരാം. ഇതിൻ്റെ ഒരു പ്രധാന കഥയെന്ന് പറയുന്നത്, ന്യൂഡൽഹിയിൽ പോകുന്നൊരു ട്രെയിനിനെ കുറേ കൊള്ളസംഘം ചേർന്ന് റോബറി നടത്തുകയാണ്. പണവും പിന്നെ അവരുടെ എല്ലാം അടിച്ചു മാറ്റിയതിന് ശേഷം അവരെ കൊലപ്പെടുത്തുകയും അതിൽ 2 കമാൻഡോസ് അഥവാ ഇന്ത്യൻ മിലിറ്ററി കമാൻഡോസ് അതിലുണ്ടായിരുന്നു. അപ്പം ഈ ജനങ്ങളെ എങ്ങനെ അവരെ കയ്യിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് രക്ഷപ്പെടുത്താമെന്നുള്ളതാണ് കഥ പ്രധാനമായി പറഞ്ഞു പോകുന്നത്. അവർ 40 പേരും ഇവർ 2 പേരേ ഉള്ളൂ. അത് ആലോചിക്കണം. കിടില വയലൻസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു സിനിമയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഇടംകാല് നല്ലൊരു ആക്ഷൻ സിനിമ ആയിട്ട് കുറേ വർഷമായി. കാരണം വെച്ചാൽ 20 കോടി ബഡ്ജറ്റിൽ എങ്ങനെയൊക്കെ ആക്ഷൻസ് എടുക്കാൻ പറ്റുന്നു ഈ സിനിമ കാണിച്ചിരുന്നുണ്ട്. ഇതിൽ 2 സ്റ്റൺസ് മാസ്റ്ററാണ് ഉള്ളത്. ഒന്ന് പർവേസ് എന്ന് പറയുന്ന ആളും ഒരു ചൈനീസ് കൊറിയൻകാരനാണെന്ന് തോന്നുന്നു. ഈ സങ് ഹോ എന്ന് പറയുന്ന ഒരു സ്റ്റണ്ട് മാസ്റ്റർ കൂടെയാണ്. ഈ സങ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ടൈഗർ 3 അങ്ങനെയുള്ള സിനിമകൾക്ക് ആക്ഷൻ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ പർവേസ് എന്ന് പറയുന്ന ഫൈറ്റർ, ബെഡാമിയൻ ചോട്ടാമിയൻ എന്ന് പറയുന്ന ഫൈറ്റ് സീക്വൻസ് എടുത്ത ആളും കൂടെയാണ്. അപ്പം സിനിമയുടെ സ്റ്റണ്ട് സീക്വൻസ് ആയാലും വയലൻസാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. കാരണം നെഞ്ചത്ത് കത്തി ഇറക്കാം, കഴുത്തിന് കത്തി ഇറക്കാം, തലയെ അടിച്ചു കൂട്ടിക്കേക്കാം, പിന്നെ പോറൽ വരയിൽ ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. ആക്ഷൻസിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുള്ള വയലൻസിനും ഒരു സിനിമയാണ്. ആ മോഡൊക്കെ മാറുമ്പോൾ ആ മ്യൂസിക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ ലക്ഷ്യ എന്ന് പറയുന്ന ആക്ടർ കിട്ടില്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചത് ആ നടൻ. പിന്നെ തൊട്ട് ഓപ്പോസിറ്റുള്ള വില്ലന് അതിനെക്കാട്ടി മാരക പെർഫോമൻസ്. രാഘവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മാരക പെർഫോമൻസ്. ഇവർ രണ്ടുപേരും കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ലക്ഷ്യ എന്ന് പറയുന്ന നടനെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിനു മുമ്പേ പരിചയമുള്ളൊരു സീരിയൽ പണ്ട് സൂര്യ TV 2017 18 ഡബ്ഡ് ചെയ്തിറക്കിയ ഒരു വെർഷനാണ് പോറസ് എന്ന് പറയുന്ന ഒരു സീരിയൽ. അതിലെ നായകനാണ് ഇതിൽ നായകനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി നല്ല വൃത്തി അഭിനയിക്കാൻ അറിയാമെന്നുള്ള ആളാണ്. നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഉള്ള നടനെന്ന് തന്നെ എനിക്ക് തോന്നി പേഴ്സണലായിട്ട്. ഞാൻ ഈ സിനിമ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ് കാണുന്നത്. കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ആക്ഷൻ സീക്വൻസ് വേറെ ലെവലാണ്. കണ്ടിരിക്കാൻ പറ്റിയ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഈ സിനിമ ഇപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ Disney+ ഹോട്ട്സ്റ്റാർ വഴിയോ Amazon പ്രൈം വീഡിയോ വഴിയോ കാണാൻ ശ്രമിക്കുക. കാരണം 2ലും അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ടെലിഗ്രാം വഴിയാണ് കണ്ടത്. മാരക പെർഫോമൻസ് ആയിട്ടുള്ള സിനിമയാണ്, കണ്ടു നോക്കുക. ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.